بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1589 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39ാമത്തെ അധ്യായമായ സൂറത്തുൽ സുമറിൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. വിശുദ്ധ ഖുർആനിലെ 39ാമത്തെ അധ്യായമായ സൂറത്തു സുമറിന്റെ പഠനമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തു സ്വാദിന്റെ പഠനം പൂർത്തിയാക്കി. അതിനെ തുടർന്നുള്ള ഏതാനും ചോദ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്തു. അതിനുശേഷം പുതിയൊരു സൂറത്തിലേക്ക് നീങ്ങുകയാണ്. സൂറത്തു സുമർ. സുമർ എന്ന പദം ഒരു ബഹുവചന രൂപമാണ്. സുമ്രത്തുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് സുമർ എന്നത്. സുമ്രത്തുൻ എന്ന് പറഞ്ഞാൽ സംഘം എന്നാണ് അർത്ഥം. ജമാഅത്ത് എന്ന് പറയാം. സുമർ എന്ന് പറഞ്ഞാൽ ജമാഅത്തും മുതഫരിഖ എന്നൊക്കെയാണ് അറബി ഭാഷയിൽ വൈവിധ്യമുള്ള വ്യത്യസ്തതയുള്ള സംഘങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സൂറത്തിലെ 75 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്തിന്റെ ഉള്ളടക്കം സൂചിപ്പിക്കുന്ന ഒരു വാക്കല്ല സുമർ എന്നത്. മറിച്ച് ഈ സൂറത്തിൽ 1-2 തവണ ഈ പദം വരുന്നുണ്ട്. അതുകൊണ്ട് സുമർ എന്ന പദം വരുന്ന സൂറത്ത് എന്ന നിലക്കുള്ള ഒരു അടയാളപ്പെടുത്തൽ മാത്രമായിട്ട് നമുക്ക് ഈ തലക്കെട്ടിനെ മനസ്സിലാക്കാം. അതിന്റെ ആശയവും ഉള്ളടക്കവും പരാമർശിക്കുന്ന ഒരു പദമല്ല സുമർ എന്നത്. എന്നാൽ ഈ സൂറത്തിൽ 2 തവണ ഈ വാക്ക് വരുന്നുണ്ട്. ഇതിലെ 71ാമത്തെ ആയത്തില് ഇലാ ജഹന്നമ സുമറ എന്ന ഇലാ ജഹന്നമ സുമറ എന്നൊരു പ്രയോഗം കാണാം. അതുപോലെ 73ാമത്തെ ആയത്തില് ഇലൽ ജന്നത്തി സുമറ എന്ന വേറൊരു എക്സ്പ്രഷൻ, ഈ പദം ഈ 73ാമത്തെ ആയത്തിലും ആവർത്തിച്ചു വരികയാണ്. 2 തവണ ഈ പദം ഈ സൂറത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്
ഈ പേര് വരുന്നതിനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. സൂറത്തിന്റെ ഉള്ളടക്കവുമായി പറയത്തക്ക ബന്ധമൊന്നും ആ പദത്തിനില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ സൂറത്ത് അവതരിച്ചത് മക്കയിലാണ്. അതുതന്നെ എത്യോപ്യയിലേക്കുള്ള പലായനം ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തില് ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടുകൂടി എത്യോപ്യയിലേക്ക് അല്ലെങ്കിൽ ഹബശയിലേക്ക് പലായനം ചെയ്യുന്ന, അബിസീനിയയിലേക്ക് പലായനം ചെയ്യുന്ന ആ സംഭവത്തിന്റെ മുന്നോടിയായി മക്കയിലെ ജീവിത സാഹചര്യം വളരെ ദുസ്സഹമായ ഒരു ഘട്ടത്തിലാണ് ഈ ആളുകൾ ഹിജ്റക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ആ ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിർദ്ദേശങ്ങളൊക്കെ അടങ്ങുന്ന വിധത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ സുമർ. ഈ 75 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്ത് മുഴുവനായിട്ടും ഒരൊറ്റ പ്രഭാഷണം അല്ലെങ്കിൽ ഒറ്റ ഭാഷണം എന്ന നിലയ്ക്ക് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റ സന്ദർഭത്തിലായിട്ട് അവതരിച്ച സൂറത്താണ് ഈ 75 ആയത്തുകളും മുഴുവനായിട്ടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എത്യോപ്യയിലേക്കുള്ള ഹിജ്റയുടെ തൊട്ടു മുമ്പായിട്ടാണ് അവതരിച്ചത് എന്നതും ചരിത്ര സ്രോതസ്സുകളിൽ വ്യക്തമായ രേഖപ്പെടുത്തൽ കാണാൻ സാധിക്കും. ഹദീസുകളിൽ അങ്ങനെയുള്ള ഒരു വ്യക്തത തരുന്ന വെളിപ്പെടുത്തൽ ഇത് സംബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇത് ഈ സൂറത്തിന്റെ അവതരണം എപ്പോഴാണെന്ന് വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഖണ്ഡിതമായ പ്രസ്താവനകൾ അങ്ങനെയുള്ള സ്രോതസ്സുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഒരു പൊതുയോജിപ്പോടുകൂടി തന്നെ ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച, അതും ഒന്നാമത്തെ ഹിജ്റ നടക്കുന്നതിന്റെ തൊട്ടു മുമ്പായി ആ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി അടങ്ങുന്ന വിധത്തിലുള്ള സൂറത്തായിട്ടാണ് അത് പൊതുവെ യോജിപ്പോടുകൂടി എല്ലാവരും അത് സംബന്ധമായിട്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോ സൂറത്ത് സുമർ എന്നതാണ് ഈ സൂറത്തിന്റെ പേര്. ഇത് 75 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിന്റെ അവതരണം എത്യോപ്യയിലേക്കുള്ള ഹിജ്റയുടെ തൊട്ടു മുമ്പായി ആണ് എന്നതും നമുക്ക് ഖണ്ഡിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് അത് സംബന്ധമായിട്ടുള്ള ലഭ്യമായ ഇൻഫർമേഷൻ. ഈ സൂറത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്ദർഭത്തിലെ ജീവിത സാഹചര്യം, അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്ന സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നിരുന്ന പ്രതികരണങ്ങൾ, ഈ സംഗതികളൊക്കെയാണ് നമ്മൾ അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മക്കയിലെ ജീവിതം തീർത്തും അസഹ്യമായി മാറിയ ഒരു സന്ദർഭത്തിലാണ് ഒരു സംഘം അനുയായികളോട് എത്യോപ്യയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്. അവരതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും പുറപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഈ സംഭവങ്ങളുടെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് പരാമർശിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയതും ഒക്കെയാണ്. അപ്പോ മക്കയിലെ സാഹചര്യം വളരെ കടുത്ത അക്രമമർദ്ദനങ്ങളും എതിർപ്പും വിദ്വേഷവും ഒക്കെ നിറഞ്ഞതായി മാറി. അപ്പോ ഈ ഒരു സന്ദർഭത്തിലാണ് വളരെ ഉജ്ജ്വലമായ, വളരെ ശക്തമായ ആശയങ്ങൾ നൽകുന്ന, മനസ്സുകളെ പ്രചോദിപ്പിക്കുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിന്റെ അവതരണം. ഇതില് ഖുറൈശി നിഷേധികൾക്കുള്ള ചില താക്കീതുകളും അതേപോലെ തന്നെ അവർക്കുള്ള ചില ഉപദേശങ്ങളും ഒക്കെ സാന്ദർഭികമായിട്ട് വരുന്നത് കാണാൻ കഴിയും.
അതുപോലെ ചില ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ അഭിസംബോധന ചെയ്യപ്പെടുന്നതും അവർക്ക് അള്ളാഹു ചില നിർദ്ദേശങ്ങൾ നൽകുന്നതും കാണാം. അള്ളാഹുവിന്റെ ഭൂമി വളരെ വിശാലതയുള്ളതാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ പൂർണ്ണമായ വിധേയത്വം അള്ളാഹുവിന് നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ പൂർണ്ണമായ വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവന് മാത്രം അടിമപ്പെട്ടുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അതിന് ഒരിടത്ത് സാധിക്കുന്നില്ലെങ്കിൽ വിശാലമായ അള്ളാഹുവിന്റെ ഭൂമിയിൽ മറ്റെവിടേക്കെങ്കിലും പലായനം ചെയ്തു കൊള്ളാനാണ് ഈ സൂറത്തിൽ നൽകുന്ന നിർദ്ദേശം. ഈ സൂറത്തിലെ 10-ാമത്തെ ആയത്തിലാണ് വാർലുല്ലാഹി വാസിയ എന്ന ഒരു കാര്യം വരുന്നത്. അള്ളാഹുവിന്റെ ഭൂമി വളരെ വിശാലമായതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സൂചന. എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആ ആളുകൾക്ക് ഒരു പ്രേരണയാവുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ സംഗതികളിൽ വരുന്നത്. അപ്പോ സത്യവിശ്വാസികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇത് സംബന്ധമായിട്ട് നൽകപ്പെടുന്നുണ്ട്. അതുപോലെ ഏകദൈവത്വത്തിന്റെ തൗഹീദിലുള്ള വിശ്വാസത്തിന്റെ ഔന്നത്യവും അതിന്റെ മഹത്വവും ഒക്കെ വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ സൂറത്തിൽ വ്യക്തതയോടുകൂടി വിവരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ദൈവിക കാരുണ്യത്തിലേക്ക് നടന്നു നീങ്ങാൻ, സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് അടുത്തു വരാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാം. അതുപോലെ സാന്ദർഭികമായിട്ട് സത്യവിശ്വാസികളോട് തങ്ങളുടെ വിധേയത്വം പൂർണ്ണമായും അള്ളാഹുവിന് ആകുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തെയും നിലപാടുകളെയും ക്രമീകരിക്കാനുള്ള നിർദ്ദേശം കാണാം. അതിന് അവരുടെ നാട്ടിൽ അത് സാധിക്കുന്നില്ലെങ്കിലും അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശത്യാഗം ചെയ്യാനും അതുപോലെ സഹനം അവലംബിക്കാനും, അങ്ങനെ ചെയ്യുന്നവർക്ക് ദേശത്യാഗം അനുഭവിക്കുകയും അല്ലെങ്കിൽ ദേശത്യാഗം ചെയ്യുകയും സഹനം അവലംബിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉന്നതമായ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യവും ഈ സൂറത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ഈ ശരണയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കുഫാറുകളുടെ നിരന്തരമായ ശ്രമങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന വിധത്തിൽ സംസാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്തിൽ നിർദ്ദേശം നൽകപ്പെടുന്നത് കാണാൻ കഴിയും. സത്യനിഷേധികളോട് അവരെ നിരാശപ്പെടുത്തുന്ന വിധത്തില് പറയാൻ വേണ്ടി ഈ സൂറത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നത് തന്റെ ഈ കർമ്മപാതയിൽ നിന്ന്, ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ അവര് എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ, എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന ഒരു കാര്യം അവരോട് ഉറപ്പിച്ച് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്ന ഒരു കാര്യവും ഇതില് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ സൂറത്തിന്റെ ഉള്ളടക്കം, അതിന്റെ ഒരു ഏകദേശ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഈ തുടർന്നുള്ള ബാക്കി കാര്യങ്ങൾ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. ഈ സൂറത്തിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ 3 ആയത്തുകള് ഇന്ന് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ സാധ്യമല്ല. ഞാൻ അതിന്റെ പ്രാഥമികമായ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വിശദമായിട്ട് ഈ 3 ആയത്തുകളുടെ
പല വിഷയങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവയെ പരാമർശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്തുകളുടെ വിശദമായ പഠനം നാളെ നിർവഹിക്കാം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണിത്. തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. ഈ തൻസീൽ, ഈ അവതരണം, ഈ വേദ അവരോഹണം എന്നൊക്കെ ഇറങ്ങി വരലാണ് ഈ തൻസീൽ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ തൻസീലുൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം, അത് മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അൽ അസീസിൽ ഹക്കീം, അചയ്യനും യുക്തിജ്ഞനുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അവതരണമായി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഈ വേദഗ്രന്ഥം. അങ്ങനെയാണ് ഈ ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന കാര്യം. വിശുദ്ധ ഖുർആൻ എന്താണ് എന്നത് വളരെ പോസിറ്റീവ് ലൈറ്റില് ജനങ്ങളെ കേൾപ്പിക്കുകയാണ്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. അസീസും ഹക്കീമുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമായി കൊണ്ടുള്ള വേദഗ്രന്ഥമാണിത്. ഇന്നാ അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. നിശ്ചയമായിട്ടും സത്യാധിഷ്ഠിതമായിട്ടാണ്, സത്യം ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലും സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ഉള്ളതാണ് നിശ്ചയമായും നാം അവതരിപ്പിച്ചിരിക്കുന്ന ഈ വേദഗ്രന്ഥം. അതുകൊണ്ട് ഫഅ്ബുദില്ലാഹ, അള്ളാഹുവിന് വിധേയപ്പെടുക, അള്ളാഹുവിന് അടിമപ്പെടുക, അള്ളാഹുവിന്റെ ഇബാദുകളാവുക. മുഖ്ലിസൻ ലഹുദ്ദീൻ, വിധേയപ്പെടല്, അനുസരണം ഒക്കെ പൂർണ്ണമായിട്ടും എക്സ്ക്ലൂസീവായിട്ട് അള്ളാഹുവിന് നൽകുന്നവരായിക്കൊണ്ട്, പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇബാദുകളായി മാറുക എന്നാണ്. ഈ സത്യധിഷ്ഠിതമായ വേദഗ്രന്ഥത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു മനുഷ്യരാശിയോടായിട്ട് പറയുന്നത്. ഇന്ന അൻസൽന ഇലൈക്ക, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധന എങ്കിലും ഈ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ അവസരം ലഭിക്കുന്ന, വായിക്കാൻ അവസരം ലഭിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള നിർദ്ദേശമാണ് അതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇന്ന അൻസൽന ഇലൈക്ക, നിശ്ചയമായിട്ടും നാം താങ്കളിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു അൽ കിതാബ, ഈ വേദഗ്രന്ഥത്തെ ബിൽ ഹഖ്, അത് പൂർണ്ണമായിട്ടും സത്യധിഷ്ഠിതമാണ്. സത്യം, അർഹത, അതുപോലെ ചുമതല ഒക്കെ നിർണയിക്കുന്ന, ഓരോരുത്തരുടെയും അവകാശവും വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഈ അർത്ഥസൂചനകളൊക്കെ ഈ ഹഖ് എന്ന പ്രയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ തരിമ്പും ബാത്തിലുള്ള വിധത്തിലല്ല, പൂർണ്ണമായിട്ട് ആളുകൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും വേണ്ടിയുള്ള, യാതൊന്നും വിട്ടുകളയേണ്ടതില്ലാത്ത വിധത്തിലുള്ള ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഗ്രന്ഥം നിശ്ചയമായിട്ടും നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫഅ്ബുദില്ലാഹ, അള്ളാഹുവിന് വിധേയപ്പെടുക, അള്ളാഹുവിന് അടിമപ്പെടുക, അവന്റെ അബ്ദായി മാറുക. മുഖ്ലിസൻ ലഹുദ്ദീൻ, വിധേയപ്പെടലും അനുസരണവും ഒക്കെ പൂർണ്ണമായും അവന് നൽകിക്കൊണ്ട് അവന്റെ അടിമയാവുക, അവന് വിധേയപ്പെടുക. ഇതാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക, പൂർണ്ണമായ ദീന്, പൂർണ്ണമായ അനുസരണം, പൂർണ്ണമായി വിധേയപ്പെടൽ, അത് ദീന് എന്നതിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് മീനിങ് തന്നെ കാണാൻ കഴിയും. അവിടെ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക, നിശ്ചയമായിട്ടും പൂർണ്ണമായ വിധേയപ്പെടല് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. പൂർണ്ണമായി അനുസരണം നൽകേണ്ടത് അള്ളാഹുവിനാകുന്നു. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റുള്ളവരെ ഔലിയാ ആയിട്ട്, രക്ഷാധികാരികളായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവർ പറയുന്നത്
ഇങ്ങനെയായിരിക്കും: മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ അവയെ ആരാധിക്കുന്നത്, ഞങ്ങൾ അവക്ക് വിധേയപ്പെടുന്നത്, അവര് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പമുള്ളവരാക്കി മാറ്റുന്നു, അള്ളാഹുവിലേക്ക് അടുപ്പമുള്ള ഒരു സ്ഥാനത്ത് ഞങ്ങളെ എത്തിക്കുന്നു എന്ന നിലക്ക് മാത്രമാണ്. ഇതാണ് അവരുടെ ന്യായം. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധ്യന്മാരായി സ്വീകരിക്കുന്ന ആളുകൾ, ഔലിയ ആയിട്ട് സ്വീകരിക്കുന്ന ആളുകൾ. അതിനെ തുടർന്ന് ആ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിടെ പറയുന്നത്. അവര് പറയുന്നു എന്ന പ്രയോഗമൊന്നും ഇതിലില്ല. അത് ഞാൻ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ ഒരു വിവരണ ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. ചില കാര്യങ്ങള് വായനക്കാരന് അസ്യൂം ചെയ്യാൻ പറ്റുന്ന വിധത്തില്, വായനക്കാരന് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തില് ചില ലിങ്ക് എക്സ്പ്രഷൻസ് വിട്ടുകളഞ്ഞതായിട്ട് നമുക്ക് കാണാം. അത് ഏത് വായനക്കാരനും അതിന്റെ സ്വാഭാവികമായ നിലക്ക് വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംഗതി അതിനോട് ചേർത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ശൈലിയാണ്. അത് വിശുദ്ധ ഖുർആന്റെ ഒരു അസാധാരണത്വം കൂടിയാണ്. റീഡർ ഇൻവോൾവ്മെന്റ് എന്ന് പറയും. സാധാരണഗതിയിൽ വായനക്കാരന്റെ പൂർണ്ണമായ ഇൻവോൾവ്മെന്റ് ഉള്ള വിധത്തിലെ വിശുദ്ധ ഖുർആന്റെ പാരായണം സാധ്യമാവുകയുള്ളൂ. അത് വായനക്കാരന്റെ റെസിപ്രോസിറ്റി ഈ ഖുർആന്റെ ആയാത്തുകളുമായിട്ട് നിരന്തരമായി ഉണ്ടാവണം. ആ ഉണ്ടാവല് അനിവാര്യമാക്കുന്ന വിധത്തിലുള്ള ഒരു ശൈലിയാണ് ഈ ആയാത്തുകൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, പൂർണ്ണമായ വിധേയത്വം, പൂർണ്ണമായ അനുസരണം, പൂർണ്ണമായി കീഴ്പ്പെടേണ്ടത് അത് അള്ളാഹുവിനാണ്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാനെ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നത്, അള്ളാഹുവിനോടൊപ്പം പലർക്കും ദിവ്യത്വം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ, അവര് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: മാൻ അഅ്ബുദുഹും, ഈ ആലിഹത്തിനെ അല്ലെങ്കിൽ ഈ ഔലിയാനെ ഞങ്ങള് ഇബാദത്ത് ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവര് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പമുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയല്ലാതെ. അള്ളാഹു ഏറ്റവും മഹോന്നതനായ പ്രപഞ്ചനാഥനായിരിക്കെ എങ്ങനെ ഞങ്ങൾക്ക് അവനുമായി നേരിട്ടൊരു ഇടപെടൽ സാധിക്കും? അപ്പൊ ഞങ്ങളെ അവനിലേക്കൊന്ന് എത്തിക്കുന്നതിന് വേണ്ടി, അവനോട് അടുപ്പമുള്ള ഒരു പൊസിഷനിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഔലിയാകളെ സ്വീകരിക്കുന്നത്, ആ ഔലിയാകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരായി മാറുന്നത് എന്നാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സംഗതി അള്ളാഹു അംഗീകരിച്ചിട്ടേ ഇല്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പം ഉണ്ടാക്കി കൊടുക്കുന്നവരായിട്ട് ഏതെങ്കിലും കൂട്ടരെ ആലിഹത്തായിട്ടോ ഔലിയ ആയിട്ടോ അംഗീകരിച്ചുകൊണ്ട് അവര് മുഖേനയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കേണ്ടത് എന്ന വിധത്തില് ഒരു കാര്യത്തിന് അള്ളാഹു അംഗീകാരം നൽകിയിട്ടേ ഇല്ല. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, എന്നിട്ട് അള്ളാഹു പറയുന്നത് തീർച്ചയായും അള്ളാഹു ഇവർക്കിടയിൽ ഒരു വിധി കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് പുറമെ ഔലിയാനെ സ്വീകരിച്ച ആളുകളും അതുപോലെ ആരെയാണോ ഇവര് ഔലിയ ആയിട്ട് സ്വീകരിച്ച് തങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പം ഉണ്ടാക്കാൻ അവര് സഹായിക്കും എന്ന് സങ്കല്പിച്ചുകൊണ്ട് നടന്നിരുന്നത് ആ ആളുകൾ, ഈ കൂട്ടർക്കിടയിൽ അള്ളാഹു ഒരു വിധി തീർപ്പ് നടത്തുക തന്നെ ചെയ്യും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവര് ഏത് കാര്യത്തിലാണോ ഭിന്നതയിൽ അകപ്പെട്ടിരുന്നത്, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദൂതന്മാര് നിരന്തരം മനുഷ്യരെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരുന്ന കാര്യം, അങ്ങനെ ദിവ്യത്വത്തിൽ പങ്കാളികളായി അള്ളാഹുവിനോടൊപ്പം ഒരാളെയും അംഗീകരിക്കാൻ പാടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഈ ഉത്ബോധനം നിരന്തരം നൽകപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും ആളുകൾ വളരെ എളുപ്പത്തില് അങ്ങനെയുള്ള ചില ഔലിയാകൾ വേണം,
ചില ആലിഹത്തുകള് അള്ളാഹുവിലേക്ക് അടുപ്പം ഉണ്ടാക്കാനായിട്ട് തങ്ങൾക്ക് ആവശ്യമാണ് എന്ന നിലക്കാണ് അവര് വ്യതിചലനങ്ങളിലേക്ക് നീങ്ങുകയും വലിയ ശിർക്കിന്റെ ആളുകളായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തില് തുടക്കമൊക്കെ അഭിപ്രായ ഭിന്നതകളുടെ രൂപത്തിലൊക്കെ ആയിരിക്കും. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹങ്ങളും നേരിട്ട അപചയങ്ങള്, വിശ്വാസപരമായി അവരിലുണ്ടായ ശോഷണം, അവര് ഏറ്റുവാങ്ങിയ അവരുടെ വിശ്വാസപരമായ തകർച്ച, ഇത് എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു ഏകദേശ ചിത്രം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. എന്താണ് ഒരു പ്രവാചക സമൂഹം, ഒരു നബിയുടെ അല്ലെങ്കിൽ ഒരു റസൂലിന്റെ ഉമ്മത്ത് ഏത് വിധത്തിലാണ് അവർക്ക് വലിയ അപജയവും വ്യതിചലനവും അതുപോലെ തകർച്ചയും ഒക്കെ സംഭവിച്ചത് എന്നത് ഒരുപാട് സമൂഹങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് വിശദമാക്കിയിട്ടുണ്ട്. ഏത് പ്രവാചകന്റെ സമൂഹത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു തകർച്ച തന്നെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന്റെ കാര്യത്തിലും അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ചയോ അല്ലെങ്കിൽ പതനമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തിന്റെ പേരിലായിരിക്കും എന്നത് ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. ഇസ്ലാമിക സമൂഹത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ കാര്യത്തിലും ഇതുപോലെയുള്ള വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങള്, ഇതുപോലെയുള്ള വ്യതിചലനം അവരെ വിശ്വാസപരമായ വലിയ പതനത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ കടന്നു വരും എന്ന കാര്യം വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അത് തീർച്ചയായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത്തരം സംഗതികൾ ഉണ്ടാകുന്നതിനുള്ള വാതിലുകൾ തുറന്നിടുന്ന ആളുകള് ഒരിക്കലും തന്നെ ഈ ഒരു പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ജാഗ്രത കാണിക്കുന്നതേ നമുക്ക് കാണാൻ കഴിയില്ല. അവര് പലപ്പോഴും ഇത്തരം വിശ്വാസപരമായ വ്യതിചലനങ്ങൾക്ക് പല ന്യായങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള വലിയ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള പ്രയത്നം നടത്തുന്നത് കാണാം. എന്നാൽ വിശുദ്ധ ഖുർആൻ ഉടനീളം അള്ളാഹു താക്കീത് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വിവരിച്ചു തരുന്ന പൂർവിക സമൂഹങ്ങളുടെ അപജയത്തിനും പതനത്തിനുമൊക്കെ കാരണമായ സംഗതി എന്താണ് എന്നത് മനസ്സിലാക്കാനേ ശ്രമിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ എല്ലാ സമൂഹങ്ങളും പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി വന്ന ആളുകളാണല്ലോ. അവരിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാദഗതി ഉണ്ടായത് എന്നതൊന്ന് പരിശോധിച്ചാൽ ഇപ്പോ ഇസ്ലാമിക സമൂഹത്തിൽ പലപ്പോഴും കാണാൻ കഴിയുന്ന വ്യതിചലനങ്ങളുടെയൊക്കെ സ്വഭാവം എന്താണ്, അത് ആ വിധത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ എങ്ങനെയുള്ള അപജയങ്ങളാണ് അവര് വൈകാതെ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരിക എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവിനോടൊപ്പം ഈ ഔലിയാകളെ സ്വീകരിച്ചിരുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചുവല്ലോ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് അടുപ്പമുള്ള സ്ഥാനത്ത് ഞങ്ങളെ അവര് അടുപ്പിച്ചെത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്ന കാര്യമാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ കാര്യം വ്യത്യസ്തമായ വാക്കുകളിലായിരിക്കും ചിലപ്പോൾ ഇസ്ലാമിക സമൂഹത്തില് വിശ്വാസപരമായ വ്യതിചലനങ്ങളെ ന്യായീകരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ വാഴലുകള് അവരുടെ വിശ്വാസപരമായ വ്യതിചലനത്തിന് ന്യായമായിട്ട് പറയുന്ന കാര്യങ്ങള് നമ്മൾ ഈ സ്വഭാവത്തിലുള്ളത് കാണാനും കേൾക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു സമൂഹമായി ഒരു കാലഘട്ടത്തിലെ ഒരു സമൂഹം മാറിയതിന് ശേഷം ആ സമൂഹം എക്കാലത്തും യാതൊരു വിധത്തിലുള്ള ശോഷണവും സംഭവിക്കാതെ അപജയവും അല്ലെങ്കിൽ വ്യതിചലനവും ഒന്നും ഉണ്ടാവാതെ
വിശ്വാസപരമായ തകർച്ചയോ പതനമോ ഒന്നും ഉണ്ടാവാതെ സുരക്ഷിതമായി നിലകൊള്ളും എന്ന അഷ്വറൻസ് ഒന്നും അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല. എല്ലാ സമൂഹവും പല വിധത്തിലുള്ള വ്യതിചലനത്തിന് വിധേയരാകും. സ്വാഭാവികമായിട്ടും ആ വ്യതിചലനത്തിന്റെ സ്വഭാവം എന്താണ് എന്നത് നമുക്ക് അവരെ നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നിട്ട പല കാലഘട്ടങ്ങളിലും പല പ്രവാചകന്മാരുടെയും അനുയായികൾ, വിശേഷിച്ച് ബനൂ ഇസ്രായേൽ സമൂഹത്തില് വന്നിരുന്ന പ്രവാചകന്മാരുടെ അനുയായികൾ പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരം വ്യതിചലനങ്ങൾക്ക് വിധേയമായ അല്ലെങ്കിൽ ഇത്തരം വ്യതിചലനങ്ങൾ കാഴ്ചവെച്ച സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വിവരിക്കുന്നത് നമ്മൾ പിന്നിട്ട സൂറത്തുകളിലേക്ക് കാണുകയുണ്ടായിട്ടുണ്ട്. ഇതേപോലെയുള്ള വ്യതിചലനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും കടന്നു വരും. അങ്ങനെ ഉണ്ടാകുമ്പോ അതിന് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമുക്ക് അത്യുന്നതനായ അള്ളാഹുവിനോട് എങ്ങനെയാണ് അത്ര അടുപ്പുണ്ടാക്കാൻ സാധിക്കുക? ഈ സമുന്നതരായ ആളുകളിലൂടെ അല്ലാതെ, അവരൊക്കെ അള്ളാഹുവിനോട് വളരെ അടുപ്പുള്ള ആളുകളല്ലേ, അള്ളാഹുവിന്റെ ഔലിയാകളല്ലേ, അവര് മുഖേന അല്ലാതെ നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുക എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തില് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉടനീളം നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് പുണ്യവും നന്മയും ചെയ്തുകൊണ്ട് അടുപ്പം ഉണ്ടാക്കാനുള്ള വഴികൾ തേടാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഒരിക്കലും തന്നെ മരിച്ചുപോയ ആളുകളെയോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ള പുണ്യവാളന്മാരെയോ മുൻനിർത്തിക്കൊണ്ട് അവര് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ള ഒരു ഇടം നേടാനോ അല്ല അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നിർദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പക്ഷെ അസാധാരണമായ വിധത്തിലുള്ള ദൈവികമായ അല്ലെങ്കിൽ അസാധാരണത്വമുള്ള സ്വഭാവത്തില് ഇവര് നമ്മൾക്കായി ഇടപെടുന്ന സംഗതിക്ക് വേണ്ടി നമ്മൾ അവരോട് ആവശ്യപ്പെടുന്ന കാര്യമൊക്കെ ആ വിധത്തിലൊക്കെയുള്ള വ്യതിചലനങ്ങൾ പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരാറുണ്ട്. അതിനെക്കുറിച്ച് വിശ്വാസികൾ നല്ല ജാഗ്രത കാണിക്കേണ്ടതും ഉണ്ട് എന്നതാണ് വസ്തുത. നമുക്കതിന്റെ വിശദാംശങ്ങൾ കാണാം. അത് അടുത്ത ദിവസം ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാം. അപ്പോ മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്നാണ് അവര് ന്യായം പറയാറുണ്ടായിരുന്നത്. അള്ളാഹുവിന് പുറമെ ആലിഹത്തുകളെ സ്വീകരിക്കുന്നവര് അല്ലെങ്കിൽ ഔലിയാവിനെ സ്വീകരിക്കുന്നവരൊക്കെ അവരെ അതിനുള്ള അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ന്യായമായിട്ട് പറയുന്നത് അവര് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പമുള്ള സ്ഥാനത്തെത്തിക്കുന്നു എന്നതാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ അവർ മുഖേന അള്ളാഹുവിലേക്ക് വഴി തേടുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് തീർത്തും വിരുദ്ധമായതാണ്. അതിനാൽ തന്നെ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അള്ളാഹു ഈ ആളുകൾ ഭിന്നതയിലകപ്പെട്ടിരിക്കുന്ന ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഒരു വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ എന്നാണ് തുടർന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും കള്ളം പറയുന്ന അതുപോലെ കഫാർ എന്ന് പറഞ്ഞാൽ നിരന്തരമായി സത്യനിഷേധവും നന്ദികേടും കാണിച്ചുകൊണ്ടിരിക്കുന്ന തരം ആളുകളെ അള്ളാഹു സന്മാർഗികളാക്കുകയേ ഇല്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ആളുകള് സത്യത്തിനോടുള്ള പ്രതിബദ്ധത കാണിക്കാതെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയും നിരന്തരമായിട്ട് നിഷേധത്തിന്റെ വഴികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കാനുള്ള അർഹത ഉണ്ടാവുകയില്ല. അള്ളാഹു അവരെ ഹിദായത്തിലാക്കുകയില്ല എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സുമറിന്റെ പഠനത്തിനാണ് നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 3 ആയത്തുകൾ പ്രാഥമികമായി നൽകുന്ന അർത്ഥസൂചനകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന
അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.